ദീപക് മലയമ്മ കൂടി നമുക്കിപ്പോൾ ദീപക് മലയമ്മ, ഒട്ടേറെ പ്രശ്നങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. പ്രത്യേകിച്ച് ദേശീയപാത ഇടിഞ്ഞു തുടങ്ങുന്ന സമയത്ത്, കനത്ത മഴയുള്ള സമയത്ത്, വന്യജീവി ആക്രമണം നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മണ്ഡലത്തിന്റെ പ്രത്യേകത നോക്കിയാൽ 43% മുസ്ലിം പോപ്പുലേഷനാണ് 2011 പ്രകാരം. അവിടെ ഹിന്ദു പോപ്പുലേഷൻ 45% ആണ്. 10% വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമുണ്ട്. എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കുന്ന സമുദായ സമവാക്യങ്ങളും വിഷയങ്ങളും പ്രതിഫലിക്കുക? അരുൺ, സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അതിൽ സമ്മിശ്രമായ പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഇന്ന് നമ്മൾ നിലമ്പൂരിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് നിരവധിയായ പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ആര് പരിഹാരം കാണും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നേരത്തെ പലതവണ മാറി മാറി വന്ന മുന്നണികൾ അത് ഏതെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമാക്കി നൽകിയോ എന്നുള്ള ചോദ്യവും കൂടി അവർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം വികസന പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ ഉയർത്തി കാണിക്കുന്ന നിലമ്പൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് നാടുകാണി വഴിക്കടവ് പാതയുമായി ബന്ധപ്പെട്ട വിഷയം, ആദിവാസി ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ പരിഹരിക്കപ്പെടാത്ത നിരവധിയായ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. മൂത്തേടം പഞ്ചായത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹാരം സാധ്യമാകുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു തെരഞ്ഞെടുപ്പ് ആ അർത്ഥത്തിൽ ജനങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ തന്നെ ഒരു പ്രതികരണം നടത്താൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വികസന വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാകുന്നതിന് അപ്പുറത്ത് ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായി മുന്നണികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിലും തർക്കമില്ല. നേരത്തെ തുടക്കത്തിൽ തന്നെ ആരും സൂചിപ്പിച്ചതുപോലെ ദേശീയപാത ഇടിഞ്ഞു താഴുന്ന പ്രശ്നം അത് ഈ മണ്ഡലത്തിൽ അല്ല എങ്കിൽ പോലും തൊട്ടടുത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പോലും ചർച്ചയിലേക്ക് സ്വാഭാവികമായും മുന്നണികൾക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം രൂപപ്പെടുമെന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകൾ പോലും അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ചർച്ച മണ്ഡലത്തിൽ രൂപീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെ അപ്പുറത്തേക്ക് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ബോധ്യപ്പെടുത്തുക ജനങ്ങളെ എന്നുള്ളത് LDF മുൻപിലുണ്ട്. അതേസമയം തന്നെ UDF കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തിരുത്താനുള്ള അവസരം നൽകണം എന്നാവശ്യപ്പെടാനുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെ മുന്നണികൾ പരസ്പരം ചളിവാരി എറിയുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ ഇത്തവണ കാണാൻ പോകുന്നതെന്നാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേവലമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഫാക്റ്റുകൾ നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അതിനുള്ള സൂചന നേരത്തെ തന്നെ M. സ്വരാജ് ഉൾപ്പെടെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഒരു സമരമായി കണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ്. മുന്നൊരുക്കങ്ങൾ നടത്തിയെന്ന് UDF പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ പോരാട്ടം ചൂട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം നിലമ്പൂരിൽ ഉണ്ട് താനും. താങ്ക് യു. റിപ്പോർട്ടർ വാർത്താ സംഘം നിലമ്പൂരിൽ നിന്നും രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു.